ഹലോ ഗൈസ്, അങ്ങനെ ഞാനൊരു നീണ്ട ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഒരു അടിപൊളി ഈസി പീസി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കൻ പീസസൊക്കെ ഞാൻ വരഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാരിനേഷന് വേണ്ടി ആദ്യം നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഒരു 1/2 കപ്പ് തൈരാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അധികം എരിവില്ലാണ്ട് നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ നല്ല ഫ്രഷായിട്ട് ചതച്ചെടുത്ത ഏലക്കാപ്പൊടി. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സിനമൺ പൗഡറാണ്. അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഫെനുഗ്രീക്കിൻ്റെ ലീവ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മൾ ആ കട്ട് ചെയ്തേക്കുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ ഫുൾ മാരിനേറ്റ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ മാരിനേഷൻ അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എത്രയധികം നേരം മാരിനേറ്റ് ചെയ്യാമോ അത്രയും നല്ലത്. എനിക്കിവിടെ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു 2 അവേഴ്സ് ഫ്രിഡ്ജിൽ വെച്ചാണ് മാരിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 അവേഴ്സ് ആണ് മാരിനേഷന് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആഫ്റ്റർ 2 അവേഴ്സ് മാരിനേഷൻ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അവരിൽ ഗ്രില്ല് ചെയ്യുന്ന റാക്കിൽ നമ്മൾ അതെല്ലാം നിരത്തി കൊടുക്കുകയാണ്. അടിയിൽ ട്രേ ഒരു ഫിൽറ്റർ പേപ്പർ വെച്ച് കവർ ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അത് ബേക്കിംഗ് ഓപ്ഷനിൽ ഒരു 30 മിനിറ്റ്സ് വേണമെങ്കിൽ ബോത്ത് സൈഡ്സും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 30 മിനിറ്റ്സ് വൺ സൈഡ് ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് കിട്ടും. അതിനുശേഷം നമ്മൾ അതെടുത്തിട്ട് ഏറ്റവും മേളിലത്തെ തട്ടിലേക്ക് കൊടുക്കുകയാണ്, ബ്രോയിൽ ഓപ്ഷൻ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മേളിൽ ആ ഒരു കരിഞ്ഞ രീതി കിട്ടും കേട്ടോ. അതൊരു 5 to 7 മിനിറ്റ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ. താങ്ക് യു.